അധ്യാപകന്റെ പല്ല് അടിച്ചു കൊഴിക്കുമെന്ന് പ്രിൻസിപ്പലിന്റെ ഭീഷണി. താമരശ്ശേരി പുതുപ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെതിരെയാണ് പരാതി. NSSുമായി ബന്ധപ്പെട്ട പരാതി അറിയിക്കാൻ ഫോണിൽ വിളിച്ചപ്പോൾ മോശമായി പെരുമാറിയെന്ന് അധ്യാപകൻ ആരോപിച്ചു. പ്രിൻസിപ്പലിനെതിരായ സാമ്പത്തിക ആരോപണത്തിൽ മൊഴി നൽകിയതിന് പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയതായും അധ്യാപകൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അധ്യാപകൻ പരാതി നൽകി. എനിക്ക് ഇത്രയുള്ളൂ. ഞാൻ നിങ്ങളുടെ ഒരു പൊളിറ്റിക്സിനെ ഞാനിവിടെ റോഡിൽ നിൽക്കുകയാണ്. ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. വീട്ടിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവന് പറ്റുന്നില്ല. അവന് കുരു നിനക്ക് വല്ല എന്തെങ്കിലും തീർക്കും കേട്ടാ. മനസ്സിലായി? മര്യാദയ്ക്ക് ഞാനതാ പറയുന്നത്. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ പോരുന്നു. അപ്പൊ പറ്റൂല. അവരെന്നെ റോട്ടിൽ നിർത്തിയിട്ട് വായിത്തോന്ന് മൂലം പറയണം. നിന്റെ വായിക്കുന്ന കേൾക്കാനല്ല. ഞാനൊരു ഉദ്യോഗസ്ഥയാണ്. ജോർജ് കാണിക്കുന്ന കാര്യത്തിൽ എന്നോട് കാണിക്കരുത്. കേട്ടല്ലോ? ജോർജ് കാണിക്കുന്ന കാര്യത്തിൽ എന്നോട് പറയരുത്. ഞാൻ നിങ്ങളുടെ അതോറിറ്റി ഞാൻ അവിടെ എന്നെ അതോറിറ്റിയെ പോസ്റ്റ് ചെയ്തത്. നിന്റെ താഴെ കീഴിൽ വർക്ക് ചെയ്യാനല്ല എന്നെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് അവകാശം ഇല്ലെങ്കിൽ തോന്നിയാസം കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. നിനക്ക് എന്നോട് ഇമാര് തോന്നിയാസം ഫോണിൽ വിളിച്ച് വർത്താനം പറയാൻ അവകാശമില്ല. അയാളോട് മറുപടി പറയാം. നീ NSSന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നീ NSSന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു. കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ ചെയ്തു. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യമാണ് എനിക്ക് വേണം. നിങ്ങളുടെ അടുത്താണ് വന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാര്യം വിട്ടു പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നെ നിങ്ങളുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പക പോക്കാനായിട്ട് നോക്കുക എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എനിക്ക് കൂടുതലൊന്നും വേണ്ട. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചെയ്തു. നിനക്ക് പകരം എന്താ ചെയ്യാൻ പറ്റും? നീ ചെയ്യടാ. വിശദാംശങ്ങൾ നൽകാനായി ദൃശ്യ പുതിയടത്ത് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ദൃശ്യ, എന്താണ് സംഭവം? അധ്യാപകയുടെ പരാതി എന്താണ്? ജീന, പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലിനെതിരെയാണ് രൂക്ഷമായൊരു ഈ ഒരു ആരോപണം, ഇത്തരത്തിലുള്ളൊരു ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്കൂളിലെ NSSന്റെ ചാർജുള്ള അധ്യാപകനായ സിബിൻ ആന്റണിയാണ് ഇവർക്കെതിരെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇവർ ഫോൺ വിളിച്ചപ്പോൾ NSSുമായി ബന്ധപ്പെട്ട പരാതി അറിയിക്കാനായി ഫോൺ വിളിച്ചപ്പോൾ മോശമായി പെരുമാറിയെന്നും ഇത് സംസാരിക്കുന്ന സമയത്ത് ഈ പല്ലടിച്ച് കൊഴിക്കുമെന്നും പറഞ്ഞതായാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ ഈ അധ്യാപികയ്ക്കെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നു. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് അടക്കം ഇവർക്കെതിരെ പരാതി നൽകിയിരുന്നു, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കും. ഇതുകൂടാതെ തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രിക്കും വിജിലൻസിനും അടക്കം പരാതി നൽകിയിരുന്നു. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു സംഭവത്തിൽ ഈ അധ്യാപകൻ ഈ സിബിൻ ആന്റണി ഇവർക്കെതിരെ മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ സിബിൻ ആന്റണി അധ്യാപികയുമായി ബന്ധപ്പെട്ട് RDDക്കും മൊഴി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പക പോക്കുന്ന നടപടികളാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ഇതുകൂടാതെ NSSന്റെ മീറ്റിംഗുകൾ വിളിക്കുന്ന സമയത്ത് അത് മീറ്റിംഗുകൾ വയ്ക്കാനോ അതിൽ പങ്കെടുക്കാനോ പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ വിളിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള ഈ മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ പ്രതികരണം ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത് എന്നാണ് സിബിൻ ആന്റണിയുടെ പരാതി. ഇയാൾ NSSന്റെ ചാർജുള്ള അധ്യാപകനാണ്. ഇതുമായി ബന്ധപ്പെട്ട് RDDക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഇയാൾ പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ അധ്യാപികയെ പ്രിൻസിപ്പലിനെ വിളിച്ച് ഈ വിശദീകരണം തേടാനും ശ്രമിച്ചിരുന്നു. എന്നാൽ ഇവർ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഈ +1ന്റെ അഡ്മിഷൻ സമയത്ത് ഇവർ സാമ്പത്തികമായി ഈ കുട്ടികളെ ചേർക്കാൻ വന്ന രക്ഷിതാക്കളിൽ നിന്നും വ്യാപകമായി അനധികൃതമായി പണം പിരിച്ചതായുള്ള ഒരു രേഖകളും മറ്റുമൊക്കെ ഈ PTA പ്രസിഡന്റ് രേഖകളടക്കം പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വൻ സാമ്പത്തിക ക്രമക്കേടിന് ഈ പ്രിൻസിപ്പലിനെതിരെ ഈ അന്വേഷണം നേരിടുന്നത്. ഈ സമയത്ത് ഈ സ്കൂളിലെ അധ്യാപകരോടും ഈ PTA പ്രസിഡന്റിനോടും ഒക്കെ ഇവർ ഈ അപമര്യാദയാണ് പെരുമാറുന്നതും മറ്റുമൊക്കെയുള്ള ഈ മൊഴിയാണ് ഈ അധ്യാപകൻ RDDക്ക് നൽകിയത്. ഇത് സംബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയതായും ഇതുകൂടാതെ തന്നെ ഈ NSSന്റെ പരാതി പറയാൻ വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറിയതെന്നുമാണ് നമ്മൾ ഈ സിബിൻ ആന്റണിയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇയാൾ ഇത്തരത്തിലുള്ളൊരു പരാതി കൂടി RDDക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ടീച്ചർക്കെതിരെ കൃത്യമായ നടപടി വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് സ്കൂളിലെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും PTA പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉയരുന്നത്. കാരണം